ഹലോ സ്റ്റുഡൻസ്, +1 ഫിസിക്സിലെ പ്രധാനപ്പെട്ട 3 ചാപ്റ്റേഴ്സിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണെന്നും ഞാൻ പറയുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ശരാശരി ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളൊരു ചെറിയൊരു ഫീസ് ഈടാക്കിക്കൊണ്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് ഈ വെക്കേഷൻ മുതൽ. അപ്പം നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ പങ്കെടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ഗ്രാവിറ്റേഷൻ എന്നുള്ള ഈ ചാപ്റ്ററിലെയാണ്. എസ്കേപ്പ് സ്പീഡ് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്, അതിൻ്റെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ എളുപ്പമുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വർഷങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. എസ്കേപ്പ് സ്പീഡ് ഫ്രം ദ മൂൺ ആണെങ്കിൽ 2.37 കിലോമീറ്റർ പെർ സെക്കൻഡ്. തെറ്റിക്കരുത് കേട്ടോ, കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. വാല്യൂ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി വിൽ ബി മാക്സിമം എവിടെ വരുന്നത്? സർഫസ് ഓഫ് ദി എർത്തിലാണ് അല്ലേ. എർത്തിന് സർഫസിലാണ് 9.8 വരുന്നത്. അതിന് മുകളിലേക്ക് ഹൈറ്റിലേക്ക് പോയാലും ഡെപ്തിലേക്ക് പോയാലും അതിൻ്റെ വാല്യൂ കുറയുന്നതായിരിക്കും. അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് കെപ്ലേഴ്സ് 3 ലോ ഉണ്ട്. ഇത് ഫസ്റ്റ് ലോ ആണ് ചോദിച്ചിരിക്കുന്നത്. 3 ലോ നിർബന്ധമായിട്ട് പഠിക്കണം. ഇങ്ങനെയുള്ള ഡെഫിനേഷൻസ് ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞത് വിലപ്പെട്ട സമയം കളയുന്നില്ല. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വൈ ഡസ് ദ എർത്ത് ഹാവ് ദ സെയിം ആക്സിലേഷൻ ഓൺ ഓൾ ബോഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ അല്ലേ. അപ്പൊ G = G(m/r²). നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നോക്കിയാൽ അറിയുണ്ടാവും. സ്മോൾ എം ഇവിടെ കാണാണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ മാസിനെ, സ്മോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്യാപിറ്റൽ ജിയും ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ആറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആക്സലേഷൻ എല്ലാവർക്കും സെയിം ആയിട്ട് വരുന്നത്. സിമ്പിൾ 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഇത്രയൊക്കെ എഴുതിയാൽ മതി. 2 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ കുറച്ചും കൂടി എഴുതാനൊക്കെ ഉണ്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ്. അത് നിങ്ങൾക്ക് അറിയാം. വാട്ട് ഡു യു മീൻ ബൈ എസ്കേപ്പ് സ്പീഡ്? ഇങ്ങനെയുള്ള ഡെഫിനിഷൻസ് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, അതിന്റെ വാല്യൂ ഒക്കെ അറിയാം. ഡെറിവേഷൻ പ്രധാനപ്പെട്ടതാണ്. ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ഓർ നെഗറ്റീവ്? നെഗറ്റീവ് ആണ് അല്ലേ. ടൈം പീരീഡ് ഓഫ് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ് ആണെങ്കിൽ 24 hours ആണ്. സീറോ ഓഫ് പൊട്ടൻഷ്യൽ എനർജീസ് അറ്റ് ഇൻഫിനിറ്റി. ദ ടോട്ടൽ എനർജി ഓഫ് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് എന്ത് എനർജിയാണ് ചോദിക്കുന്നത്? ആൻസർ എന്താ വരിക? കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ ഇതിന്റെ ടോട്ടൽ എനർജി ഈക്വൽ ടു നമുക്കറിയാം -ke ആണ് വരുന്നത്. ടോട്ടൽ എനർജി ഈക്വൽ ടു U/2. പൊട്ടൻഷ്യൽ എനർജിയുടെ പകുതിയാണ്. ആ ഇക്വേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇയുടെ വാല്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എത്രയാ? -Gm/r ആണ്. അത് തന്നെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ ആണെങ്കിൽ +Gmm/2r ആണ് വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ആൻസർ എന്താ വരുന്നത്? -Gmm/2r ആണ്. ഇതിൽ നിന്നാണ് ഈ ഒരു റിലേഷൻ നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, ദ മാക്സിമം വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എത്ര? ആൻസർ വരിക 0 ആണ്. ഇൻഫിനിറ്റിയിലാണ് വാല്യൂ വരുന്നത് അല്ലേ. ഇൻഫിനിറ്റി അതിന്റെ വാല്യൂ 0 ആണ്. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്, Gm/r². But the escape speed depend on mass of the object or not? ഒരു മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇതിൽ ഈ വാല്യൂസിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒരു ആനേനെ ഉറുമ്പിനെ എടുത്തെറിഞ്ഞാലും സെയിം എസ്കേപ്പ് സ്പീഡാണ് വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഗ്രാവിറ്റേഷനിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ചാപ്റ്റേഴ്സിലാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് ലോൺജിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോൺജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താണ്? യങ്സ് മോഡുലസ് അല്ലേ. Substance that can be stressed to cause a large strain are called elastomers. ഇലാസ്റ്റോമേഴ്സിൻ്റെ ഗ്രാഫ് നിങ്ങൾ പഠിക്കണം. പിന്നെ സ്റ്റേറ്റ് ഹൂക്സ് ലോ ഇൻ ഇലാസ്റ്റിറ്റി, അത് നിങ്ങൾ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഡ്രോ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, ഈ ഗ്രാഫ് പ്രധാനപ്പെട്ടതാണ്. ഈ ഗ്രാഫിലെ ഈ ഗ്രാഫ് ഒരു പ്രാവശ്യം വരച്ച് അതിൻ്റെ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം. ലാസ്റ്റ് എക്സാമിന് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്, സ്ട്രെച്ചിങ് ഓഫ് കോയിൽ ഡിറ്റർമിൻഡ് ബൈ ഷിയർ മോഡുലസ്, അത് ശരിയാണ് അല്ലേ. അതിലെന്താ വരുന്നത്? ഈ സെക്ഷനിൽ അതിൻ്റെ ഷേപ്പിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സ്ട്രെച്ചിങ് ഓഫ് എ കോയിൽ എന്ന് പറയുമ്പോൾ യങ്സ് മോഡുലസ് അല്ല, ഇത് ഷിയർ മോഡുലസ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇലാസ്റ്റോമസ് ഡു നോട്ട് ഒബേ ഹൂക്സ് ലോ. അതെ, ഇലാസ്റ്റോമസ് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. ഒരു സ്ട്രെസ് കൊടുക്കുമ്പോൾ ലാർജ് സ്ട്രെയിൻസ് അതിന് വരികയാണ്. റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ആണെങ്കിൽ എന്താണ് വരിക? കംപ്രസിബിലിറ്റി ആണ്. പിന്നെ വിച്ച് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിറ്റി ഈസ് ഇൻവോൾവ് ഇൻ സ്ട്രെച്ചിങ് എ വയർ? അത് ലെങ്ത് ചെയ്യുമ്പോൾ എന്താ? യങ്സ് മോഡുലസ് ആണ് വരുന്നത്.
പിന്നെ ഫോർ സ്മോൾ ഡിഫോർമേഷൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ദിസ് ഇസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എന്താണ് ഹൂക്സ് ലോ. ഹൂക്സ് ലോന്റെ ക്വസ്റ്റ്യൻസ് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വലിയ ബുദ്ധിമുട്ടുമില്ല. ഇതിലിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റോമേഴ്സിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇലാസ്റ്റോമേഴ്സിന്റെ ചോദ്യം അതിന്റെ ഫിഗറും നിങ്ങൾ വരയ്ക്കുക. ഓക്കെ. പിന്നെ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ഈസ്, റബ്ബറിന്റെ എല്ലായ്പ്പോഴും എന്തായിരിക്കും സ്റ്റീലിനേക്കാളും ലെസ് ആണ്. ഓക്കെ. സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് ദി വയർ ഓഫ് യങ്സ് മോഡുലസ്. ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് യങ്സ് മോഡുലസ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ് വരുന്നത്. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. ഓക്കെ. സ്ട്രെയിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാം. സ്ട്രെയിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ആണ് അല്ലേ. ഓക്കെ. ഡെൽറ്റ എൽ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, എൽ ഡാഷ് ഫൈനൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഡിവൈഡ് ബൈ എൽ ആണ്. ഇവര് പറയുന്നുണ്ട് എന്താണ് ഡബിൾ ഓഫ് ദ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, 12 മൈനസ് എൽ ഡിവൈഡഡ് ബൈ എൽ എന്ന് കൊടുക്കാം. ആൻസർ എന്താ വരിക, എൽ ഡിവൈഡഡ് ബൈ എൽ ആണ് വരുന്നത് അല്ലെ. അപ്പോൾ സ്ട്രെയിൻ്റെ വാല്യൂ എന്താ വരിക, 1 ആണ് വരുന്നത്. അപ്പൊ നോക്കി നോക്കൂ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ്റെ അവിടെ 1 കൊടുത്തു. അപ്പൊ ശരിക്കും എന്താ വരിക, സ്ട്രെസ്സിന്റെ ആൻസർ എന്താ വരിക, യങ്സ് മോഡുലസ് എന്താ വരിക, സ്ട്രെസ് തന്നെയാണ് അതിന്റെ ആൻസർ വരുന്നത്. അല്ലാതെ സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് ദ വയർ ഓഫ് യങ്സ് മോഡുലസ് വൈ ഈസ് സ്ട്രെസ്. ഓക്കെ. ദ റേഷ്യോ ഓഫ് ഷിയർ മോഡുലസ് ടു ഷിയർ സ്ട്രെയിൻ എന്ന് പറയുകയാണെങ്കിൽ റിജിഡിറ്റി മോഡുലസ് ആണ്. അതൊക്കെ നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, സ്റ്റീൽ ഓർ റബ്ബർ. നമ്മൾ നേരത്തെ പറഞ്ഞേ ഉള്ളൂ സ്റ്റീലാണ് മോർ ഇലാസ്റ്റിക് ആയിട്ട് വരുന്നത്. അതിന് ലെസ് സ്ട്രെയിൻ ആണ് ഉണ്ടാവുന്നുള്ളൂ റബ്ബറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. യങ്സ് മോഡുലസ് ഓഫ് ദ പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താ വരിക, ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി എന്തുകൊണ്ടാണ് ഇൻഫിനിറ്റി വരുന്നത്, യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. ഒട്ടും സ്ട്രെയിൻ വരുന്നില്ല റിജിഡ് ബോഡി ആകുമ്പോൾ. അപ്പൊ എന്താണ്, സ്ട്രെസ് ഡിവൈഡഡ് ബൈ 0 ആണ് ആൻസർ വരുന്നത് മക്കളെ. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരുന്നത്, ഇൻഫിനിറ്റി ആണ് വരുന്നത്. ഓക്കെ. ഇഫ് ദ ബൾക്ക് മോഡുലസ് ഓഫ് ദ വാട്ടർ ഈസ് 2 × 10⁸ ന്യൂട്ടൺ മീറ്റർ പെർ meter raised to -2, വാട്ട് ഈസ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റി ഇക്വേഷൻ എന്താ വരുന്നത്, K is equal to എന്താണ് അതിന്റെ ആൻസർ വരുന്നത്, K കംപ്രസിബിലിറ്റി is equal to 1/b ആണ് വരുന്നത്. അതിന്റെ ആൻസർ 1 ഡിവൈഡഡ് ബൈ 2 × 10⁸. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ. ഇവിടെ നോക്കി നോക്കുക. അപ്പൊ എന്താ ആൻസർ, 0.5 × 10⁻⁻8 ആണ് വരുന്നത്. അപ്പൊ 0, അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 പോയിന്റ് എത്ര വരുന്നത്, 5 × 10⁻, ഇവിടെ എഴുതാം 5 × 10⁻⁻9 ആണ്. യൂണിറ്റ് എന്താ വരിക, സ്ട്രെസ്സിന്റെ റെസിപ്രോക്കലാണ് വരിക അല്ലെ. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്താ മീറ്റർ സ്ക്വയർ ബൈ ന്യൂട്ടൺ എഴുതാം, ഓർ അല്ലെങ്കിൽ പാസ്കൽ ⁻⁻1 നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലൂയിഡ്സ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ് ഈസ് ഡബിൾ, ദി ഹൈറ്റ് ഓഫ് ദി കാപ്പിലറി റൈസ് വിൽ ബി. നമുക്കറിയാം അതിന്റെ ഇക്വേഷൻ അറിയാം, SN ഫോർമുല അറിയാം അല്ലെ. അത് പ്രകാരം H ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. ആറിന്റെ വാല്യൂ ഡബിൾ ആയി കഴിഞ്ഞാൽ എച്ചിന്റെ വാല്യൂ എന്താ ചെയ്യുക, നേരെ ഹാഫ് ആവാണ് ചെയ്യുക. അപ്പൊ ഹാഫ് ആണ്, H/2 ആണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഹൈറ്റ് ഹാഫ് ആവുന്നു. നെക്സ്റ്റ്, എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ലിക്വിഡ് ഡ്രോപ്പിന്റെ ആൻസർ എന്താ വരിക, 2s ഡിവൈഡഡ് ബൈ R ആണ്. ഈ ഡെറിവേഷൻ നമുക്ക് നേരിട്ട് പഠിക്കാനുള്ളതാണ്, അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതാണെങ്കിൽ എന്താണ്, ബബിൾ ആണെങ്കിൽ, സോപ്പ് ബബിൾ ആണെങ്കിൽ 4s ഡിവൈഡഡ് ബൈ R ആണ്. റേഷ്യോ ഓഫ് ഹൈഡ്രോളിക് സ്ട്രെസ് ടു വോളിമെട്രിക് സ്ട്രെയിൻ ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ആൻസർ ആണ്, ഏതാണ്, ബൾക്ക് മോഡുലസ് ആണ് അതിന്റെ ആൻസർ വരുന്നത്, ബൾക്ക് മോഡുലസ്. അക്കോർഡിംഗ് ടു ടോറിസെല്ലിസ് ലോ ഇതിന്റെ ആൻസർ ബൾക്ക് മോഡുലസ് ആണ്. ദ സ്പീഡ് ഓഫ് എഫ്ലക്സ് ഓഫ് ഫ്ലൂയിഡ് ഈസ് ഐഡന്റിക്കൽ ടു ദ സ്പീഡ് ഓഫ്, എന്താണ് വരിക, അതിന്റെ ആൻസർ എന്താ വരിക, ബോഡി ഫ്രീലി ഫോളിങ് ഫ്രം ദ സെയിം ഹൈറ്റ് അല്ലെ. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, √2gh. സർഫസ് ടെൻഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ. സർഫസ് എനർജി പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ. Raindrops are being accelerated while falling through the atmosphere, but they reach surface of the earth with a constant velocity. What is the name given to the velocity? ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ പഠിച്ചില്ല, എന്താണ്, ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി. ഓക്കെ. ഡിഫൈൻ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഡെഫിനിഷൻസ് ഒന്നും ഞാൻ പറയണില്ല. പിന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഡീൽസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്, മാസ് ആണ് അല്ലെ. പിന്നെ ഡിഫൈൻ ആംഗിൾ ഓഫ് കോണ്ടാക്ടിന്റെ ഡീറ്റെയിൽസ്, ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ ദ ലിക്വിഡ് വിൽ റൈസ് ഇൻ ദ ട്യൂബ്. ദി ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇൻ ദിസ് കേസ് എന്താ വരുന്നത്, ഈ കേസിൽ വരുന്നത് അക്യൂട്ട് ആണ് വരുന്നത് അല്ലെ, 90യേക്കാളും താഴെയാണ്. അത് ഫോൾ ആണ് വരികയാണെങ്കിൽ ഒബ്റ്റ്യൂസ് ആണ് വരിക. ഓക്കെ. വാട്ട് ഇസ് സ്ട്രീം ലൈൻ ഫ്ലോ അറിയാം.
പിന്നെ ബെർണോൾസ് പ്രിൻസിപ്പിൾ എക്സാമ്പിൾ പലതുണ്ട്. നമുക്ക് മാഗ്നസ് എഫക്റ്റ് പറയാം, വെഞ്ചുറി മീറ്റർ പറയാം, എയറോപ്ലെയിൻ വിങ്ങിന്റെ കേസ് പറയാം, ആറ്റോമീറ്റർ പറയാം. വാട്ട് ഈസ് ടർബുലന്റ് ഫ്ലോ, ഇതൊക്കെ ഡെഫിനിഷനാണ്. ഡിഫൈൻ വിസ്കോസിറ്റി, അതും ഡെഫിനിഷനാണ്. ഓൺ വിച്ച് ഫാക്ടേഴ്സ് ഡസ് ദ വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ്സ്, വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്? അതിന്റെ ഏരിയ ആണ് അല്ലെ, ലെയേഴ്സിന്റെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, വെലോസിറ്റി ഗ്രേഡിയന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, വെലോസിറ്റി ഗ്രേഡിയന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ അത്ര ബുദ്ധിമുട്ടില്ല ഇതിലത്തെ ചോദ്യങ്ങളും. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ശരാശരിയായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കോഴ്സിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. NCERT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 80% മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം ഈ യാത്രയിൽ പിന്തുടരുകയാണെങ്കിൽ നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ, ബൈ.